ശ്രീ വി ജോയ് 8 മിനിറ്റ്. സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സാർ. ഈ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. വിസ്മയം എന്ന വാക്ക് അടിവരയിട്ട് ഇപ്പോൾ സൂചിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ എല്ലാത്തിനെയും കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ കുറ്റപ്പെടുത്തുകയാണ് വൈറ്റ് പേപ്പറിലാണെങ്കിലും തുടർന്ന് ബഡ്ജറ്റിലാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ്, മറ്റ് ഗ്രാൻറ്റുകൾ, കേന്ദ്ര നികുതി വിഹിതം, ഇത് കഴിഞ്ഞ ബഡ്ജറ്റിൽ 20,500 കോടി രൂപ ചേർത്തു. അത് വലിയ അപരാധമായിട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങയോട് ചോദിക്കട്ടെ. 1,00,000 കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിൽ നിന്ന് നികുതി ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ, പിടിച്ചു വാങ്ങാൻ എന്തെങ്കിലും ഒരു ശ്രമം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചോ? അവർക്ക് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോയി 1,00,000 കോടി രൂപ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിശ്രമം ഇദ്ദേഹം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെട്ടിക്കുറവ് 1,533 കോടി രൂപയാണ്. നിലവിലുണ്ടായിരുന്ന ബഡ്ജറ്റിൽ നിന്ന് ഈ ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ 1,533 കോടി രൂപയുടെ കുറവ് വരുത്തി. പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് 3,507 കോടി രൂപ ഉണ്ടായിരുന്നത് 2,979 കോടിയായിട്ട് കുറച്ചു. 153 കോടി രൂപ പട്ടികവർഗ വിഭാഗങ്ങളുടെ കുറവ് വരുത്തി. ഇങ്ങനെ ഫിഷറീസ് മേഖല, ഗ്രാമീണ മേഖല, പൊതുവിദ്യാഭ്യാസ മേഖല, പരമ്പരാഗത മേഖല തുടങ്ങി ഇതെല്ലാം ഓരോ പ്രാവശ്യവും ഞാൻ വഴങ്ങാം. എനിക്ക് ആകെ 8 മിനിറ്റേ ഉള്ളൂ, ഞാൻ വഴങ്ങാം. ഇദ്ദേഹം മന്ത്രിയാണല്ലോ, മറുപടി പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് വെട്ടിക്കുറവുകൾ വരുത്തിയാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കടം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? 10 വർഷക്കാലം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കടം യഥാർത്ഥത്തിൽ 64 ലക്ഷം കോടി രൂപയായിരുന്നു. അതിൻ്റെ 3 ഇരട്ടി കഴിഞ്ഞു പോയി ഇപ്പോൾ കടം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കടമാണ് എന്ന് നിലവിളിക്കുന്നത് എന്തർത്ഥത്തിലാണ് എന്നതിനെ സംബന്ധിച്ച് നാം പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക്, കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ കടുത്ത വിമർശനങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചില്ല. പക്ഷേ മൂവാറ്റുപുഴ MLAയുടെ പ്രസംഗം കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അതിവിടെ ഈ ബഡ്ജറ്റിൽ ചില ഡീലുകൾ നടന്നിട്ടുണ്ട്. സാധാരണ ഒരിക്കൽ പോലും കാണാത്ത ചില ഡീലുകൾ ഈ ബഡ്ജറ്റിൽ നടന്നിരിക്കുന്നു. അതിവിടെ മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട ഒരു ഡീലാണ്. 400 കോടി രൂപ, 600 കോടി രൂപ, അല്ലെങ്കിൽ 600 കിലോമീറ്റർ നമ്മുടെ തീരദേശം, ധാതു ലവണങ്ങളാൽ സമ്പുഷ്ടമായ തീരദേശം തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീലുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഡീല് മംഗലപുരവുമായി ആ ഡീലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭാവിയിൽ നാം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നാം അതിനെ കാണേണ്ടതായിട്ടുണ്ട്. സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോലും മുദ്രാവാക്യം വിളിപ്പിച്ച SIT ചോദ്യം ചെയ്തയാൾ മംഗലപുരത്തെ ഈ ഡീലുമായി ബന്ധമുണ്ടോ? അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റിന് ഇതുമായി ബന്ധമുണ്ടോ? ഇതെല്ലാം വരാൻ പോകുന്ന നാളുകളിൽ ഈ ഡീലുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേതാക്കന്മാരെല്ലാം നല്ല പ്രസംഗങ്ങൾ നടത്താറുണ്ടല്ലോ. നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ടല്ലോ. അന്ന് അദ്ദേഹം എന്താ പറയുന്നത്? നേതാക്കന്മാർ വാക്കാണ് പ്രധാനം. ആ വാക്കാണ് പ്രധാനമെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അന്ന് 2024 ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ അഴിമതി നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. സിവിൽ സപ്ലൈസ് എപ്പോഴും ബഹുമാനായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി പറയാറുണ്ട്, മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ഇടപെടാൻ സാധിക്കുന്നില്ല, അതിന് പണമില്ല. ഇപ്പോൾ എത്രയാണ് പണം വെച്ചിരിക്കുന്നത്?
ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ഇടപെടുന്നത്? വ്യക്തമാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാരണമാണ്. ഭരണം തുടർച്ചയാണ്. ഇവിടെ കണക്കുകൾ അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, പിന്നെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള ഭരണം തുടർച്ചയാണ്. ആ തുടർച്ചയാകുന്നത് കൊണ്ട് തന്നെ ഏത് ഭരണം വന്നാലും പണം ഉണ്ടാക്കി അവിടെ കടം തീർക്കണം. 18 മാസത്തെ പെൻഷൻ കൊടുത്തവരാണല്ലോ LDF വന്നപ്പോൾ. അങ്ങനെയാണല്ലോ 17,000-ഉം 15,000-ഉം രൂപ വീട്ടമ്മമാർ വാങ്ങിയ സാഹചര്യം വന്നല്ലോ. നിങ്ങൾ പറയണ്ട, 17,000-ഉം 18,000-ഉം വാങ്ങിയ കഥയൊക്കെ നമുക്കറിയാം. ഇവിടെ ലൈഫ് നിങ്ങൾ നിർത്തിയെന്ന് സംബന്ധിച്ച് പറഞ്ഞു മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട സ്പീക്കർ, എനിക്ക് സംസാരിക്കാൻ അവസരം തരണം. ഞാൻ അവരുടെ തോളിലല്ല, ഞാൻ എന്റെ കാലിലാണ് നിൽക്കുന്നത്. സംസാരിക്കാൻ അനുവാദം തരണം. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഇവിടെ എന്താ പറഞ്ഞത്? രാവിലെ പറഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ മന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ അന്ന് പറഞ്ഞത് തെറ്റായി പോയി എന്ന് അദ്ദേഹം കണക്കാക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോരുത്തരായി വരികയാണ്. സാർ, വനംവകുപ്പിന്റെ സ്ഥിതി എന്താ? വന്യജീവി ആക്രമണം രൂക്ഷമല്ലേ? അത് ഈ ഒരു മാസം കൊണ്ടല്ല. പക്ഷെ അന്ന് നിങ്ങൾ പറഞ്ഞതും വഴി തടഞ്ഞതും റോഡ് ഉപരോധിച്ചതും മൃതദേഹം കൊണ്ടുപോയി വെച്ചതുമെല്ലാം നിങ്ങൾ ഓർക്കണം. ഇപ്പൊ എന്താ മന്ത്രി പറഞ്ഞത്? മന്ത്രി മാറി, ഗവൺമെന്റ് മാറി, പക്ഷേ ഇത് ഉദ്യോഗസ്ഥര് മാറിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പടയപ്പയോടും ചക്കക്കൊമ്പന്റെയും കാതിൽ ചെന്നൊന്ന് പറഞ്ഞാൽ മന്ത്രി മാറി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമോ? ഒരിക്കലും തീരത്തില്ല. അത് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട കാര്യമാണ്. അതിനകത്ത് ഇവിടെ സമയം തീരുകയാണ്. ഒരു കാര്യം, കഴിഞ്ഞ വൈറ്റ് പേപ്പർ പ്രസന്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിച്ചു. അദ്ദേഹം ഹിറ്റ്ലറെയും സ്റ്റാലിനെയും എല്ലാം കുറിച്ച് പറഞ്ഞു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പറയാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ CP ജോൺ ഇവിടെ ഇരിപ്പുണ്ട്. കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ നാസിസത്തോടും ഫാസിസത്തോടും ഏതെങ്കിലും ഒരു സമയത്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലൊരു പ്രയാസപ്പെടുത്തിയ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ടത്, സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കുട പിടിക്കും. അദ്ദേഹത്തിന്റെ ഒരു വാചകം അതാണ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറയാൻ പോവാണ്. സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കും. എന്നാൽ ഞാൻ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കുടയുടെ കീഴിൽ കയറി നിന്ന് ഞങ്ങളെ സഹായിക്കുമോ എന്ന് ചോദിച്ച് സോവിയറ്റ് യൂണിയന്റെ സഹായം വാങ്ങി ഇവിടെ വ്യവസായം കൊണ്ടുവന്നവരാണ് നിങ്ങൾ. ഞാൻ ബഹുമാനപ്പെട്ട നിങ്ങളോട് പറയുകയാണ്, MKK നായരുടെ ആരോടും പരിഭവമില്ല എന്ന് പറയുന്ന പുസ്തകത്തിൽ സോവിയറ്റ് യൂണിയന്റെ വ്യാവസായിക രംഗത്തെ പങ്കിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭിലായിയിലെ ഉരുക്ക് നിർമ്മാണശാലയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1955 MKK നായരെ ഭിലായിയിലെ ഉരുക്ക് നിർമ്മാണശാലയുടെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. അങ്ങനെയാണ് ഇവിടെ ഉരുക്ക് നിർമ്മാണശാല വരികയും ഇന്ത്യയുടെ വികസനത്തിന് വലിയ സംഭാവനകൾ ചെയ്യുകയും ചെയ്തത്. MKK നായർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു, കൊടും തണുപ്പിൽ നിന്ന് ഈ ഇന്ത്യയിലെ കൊടും ചൂടിലേക്ക് വന്ന് സോവിയറ്റ് യൂണിയനിലെ എഞ്ചിനീയർമാർ ഈ നാട് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ ചെയ്തു. ഇത് മാത്രമാണോ? പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ പ്രശ്നം വന്നപ്പോൾ മുജീബ് റഹ്മാനെ സഹായിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അനുകൂലമായി നിന്ന അമേരിക്ക 7ാം നാവിക കപ്പൽപ്പട അയച്ചല്ലോ. അന്ന് ആരാ പറഞ്ഞത്? ആരാ ഇടപെട്ടത്? ഒരടി മുന്നോട്ട് വെക്കരുത് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചവർ സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് ബഹുമാന്യരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പ്രധാനമായിട്ട് നമ്മളെ സഹായിച്ചവരെ തള്ളിപ്പറയുകയാണ്. നിങ്ങൾ ബ്രിട്ടന്റെ അടുത്ത് പോയല്ലോ, അമേരിക്കയുടെ അടുത്ത് പോയല്ലോ, ഫ്രാൻസിന്റെ അടുത്ത് പോയല്ലോ. എന്ത് സഹായമാണ് കിട്ടിയത്? കമ്മ്യൂണിസ്റ്റുകാരാണ് സഹായിച്ചത്. അവരുടെ കൊടക്കീഴിൽ നിന്നാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഞങ്ങൾ ഇനിയും കുട പിടിക്കും. ചൈനയിൽ മഴ പെയ്താൽ കുട പിടിക്കും, ലാവോസിൽ മഴ പെയ്താൽ കുട പിടിക്കും, വിയറ്റ്നാമിൽ മഴ പെയ്താൽ കുട പിടിക്കും, ക്യൂബയിൽ മഴ പെയ്താൽ കുട പിടിക്കും. ആ കുട പിടിക്കും എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ അങ്ങത് പറഞ്ഞത് ശരിയായ ഒരു നിലപാടായിരുന്നില്ല. വേറെ ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാം. നെഹ്റുവിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് പൊഴുത്തുകയാണ്, അങ്ങനെ സംസാരിക്കുകയാണ്. ഇവിടെ
പ്രിയങ്കരനായിട്ടുള്ള ആബിദ് ഹുസൈൻ പ്രൊഫസർ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങളാണ് വളർത്തിയത്. നിങ്ങൾ അവിടെ പോയി തലയെണ്ണി നോക്കൂ, പാർലമെന്റിനകത്ത് കയറി തലയെണ്ണി നോക്കൂ. എത്ര മുൻ മുഖ്യമന്ത്രിമാർ, എത്ര MP-മാർ, എത്ര മന്ത്രിമാർ ആ കൂട്ടത്തിൽ ഇരിക്കുന്നു എന്ന് ബഹുമാനായിട്ടുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ മനസ്സിലാക്കണം. അഭിനവരായിട്ടുള്ള ചില ആളുകളെ മുൻനിർത്തി ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് മോശപ്പെട്ട കാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് സാർ. അത് ഈ ബഡ്ജറ്റ് ജനദ്രോഹമാണ്. 1000 രൂപ വീതം കേരളത്തിലെ വനിതകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനെ ഇല്ലായ്മ ചെയ്ത് ഇപ്പോ 600 കോടി രൂപ വെച്ച് ട്രാൻസ്പോർട്ടിൽ സൗജന്യ യാത്ര. ഇന്നലെ ഒരമ്മ, വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു മീഡിയ ചാനലിൽ പറയുകയാണ്. എന്താണ്? അപ്പോൾ ചാനലുകാർ ഈ കമ്പ് കൊണ്ടുപോയി ചോദിക്കുകയാണ്, ഇപ്പോൾ സന്തോഷമായല്ലോ, വണ്ടി കയറിയല്ലോ. അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, എറണാകുളത്താണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ ഇവർ ചോദിച്ചു, അപ്പോൾ ഇപ്പോൾ പോവുകയാണോ? ഞാൻ ഇപ്പോൾ പോവുകയാണ്, 5 കൊല്ലം കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരാം. 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാം. എന്താ കാരണം? ഇത് താലൂക്ക് അടിസ്ഥാനത്തിലാണ്. ഒരു വണ്ടി എടുത്താൽ അപ്പുറത്ത് പോയി ഇറങ്ങിക്കൊള്ളണം, പിന്നെ അതിന് അപ്പുറത്ത് കയറിയാൽ പിന്നെ കാത്തു നിന്നോളണം. രാവിലെ ഒരു വണ്ടി പോയാൽ പിന്നെ വൈകുന്നേരം ഒരു വണ്ടി വന്നാലായി, ഇല്ലെങ്കിലായി. എൻ്റെ പൊന്ന് ജോൺ സഖാവേ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. നാട്ടിലിറങ്ങി പാവപ്പെട്ട ആളുകളോട് ചോദിച്ചു നോക്കണം. എന്തൊരു ഗതികേടാണ് സഖാവേ, എന്തൊരു ഗതികേടാണ് നിങ്ങൾ. എന്ത് ഗതികേടാണ്? ആരെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്താണ് നിങ്ങൾ പറ്റിച്ചത്? എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു, അയ്യോ അല്ല, ഉല്ലാസയാത്രയ്ക്ക് പോകാം. ഈ കൊച്ചുകുട്ടികൾ പാട്ട് പാടുന്നത് പോലെ, 1-ാം നാളിൽ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന പാട്ട് പാടുന്നത് പോലെ ഉല്ലാസയാത്രയ്ക്ക് പോകാം. പിന്നെയോ അമ്പലങ്ങളിൽ പോകാം, പള്ളികളിൽ പോകാം, ആരാധനാലയങ്ങളിൽ പോകാം. നിങ്ങൾക്ക് എവിടെയും, കേരളത്തിന്റെ എവിടെയും സഞ്ചരിക്കാം. ഇതല്ലയോ നിങ്ങൾ പറഞ്ഞു പരത്തിയത്? പാവപ്പെട്ട ആളുകളെ പറ്റിച്ചില്ലേ നിങ്ങളിന്ന് ഓരോരുത്തരെയായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നോരോന്നായി നിഷേധിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞില്ലേ, എന്താണ്? ഞങ്ങൾ പറഞ്ഞാൽ വാക്കാണ്. 3000 രൂപ പെൻഷൻ, 3000 രൂപ പെൻഷൻ. നിങ്ങളെ ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം വന്നോ? ഇല്ല. ഇപ്പൊ എന്താണ് പറയുന്നത്? നിങ്ങൾ പണ്ട് 1600-ൽ നിന്ന് 2000 ആക്കാൻ 4.5 വർഷം എടുത്തു. അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോ, നിങ്ങൾ പ്രതിപക്ഷത്ത് ആയത് അങ്ങനെയാണല്ലോ. നിങ്ങൾ അങ്ങനെയാണോ? വാക്കാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്കും ഈ ഗതി വാക്കല്ലെങ്കിൽ നിങ്ങൾക്കും ഈ ഗതി വരുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിശ്ചയമായിട്ടും ഇവിടെ ഈ ബഡ്ജറ്റിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.